ശ്രീ ടോണി ചമ്മണി, വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ഈ ഫിഫ വേൾഡ് കപ്പ് അത് വളരെ ഒരു ആവേശകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൗട്ട് റൗണ്ടിലേക്ക് മത്സരങ്ങൾ കടന്നിരിക്കുക. ഇപ്പോൾ ലോകം മുഴുവനൊരു കാൽപന്തിലേക്ക് ചുരുങ്ങുന്നു എന്നല്ലമാണ് വിശേഷണം. കേരളത്തിൻ്റെ ഫുട്ബോൾ ആവേശം ലോകപ്രസിദ്ധമാണ്. ഇപ്പം മലപ്പുറം ജില്ലയിലെ മുണ്ട എന്നൊരു ഗ്രാമം, അവിടുത്തെ ഫുട്ബോൾ വിശേഷങ്ങൾ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സർ, എൻ്റെ സബ്മിഷൻ, കേരളത്തിൽ ഇനിയുള്ള മത്സരങ്ങൾ വൈദ്യുതി തടസ്സമില്ലാതെ ടെലിവിഷനിലൂടെ കാണാൻ ആവശ്യമായ തയ്യാറെടുപ്പ് KSEBക്ക് ഉണ്ടോ? അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി. സാറ്, സംസ്ഥാനത്ത് ജൂൺ മാസത്തിൽ ലഭിക്കേണ്ട കാലവർഷത്തിൽ ഗണ്യമായ കുറവുണ്ടായി. മഴ ലഭ്യതയിൽ ഗണ്യമായ കുറവുണ്ടായതുമൂലം സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ കൊല്ലം ഈ കാലത്ത് അത് 60%. എൽനിനോ പ്രതിഭാസം നിലനിൽക്കുന്നത് കാരണം അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വളരെ കൂടുതലായിട്ട് വർദ്ധിക്കാൻ കാരണമായി. മുൻവർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജൂൺ മാസത്തിലെ പീക്ക് സമയത്തെ ഉപഭോഗം ഏകദേശം 900 മെഗാവാട്ട് വരെ വർദ്ധിച്ചു. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നല്ല വേനൽക്കാലത്ത് ജൂൺ മാസത്തിൽ മടക്കി കൊടുക്കാൻ സാധിക്കും, മഴ കിട്ടും, മടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ നമ്മൾ കടം വാങ്ങിയ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ സ്വാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. എല്ലാ ദിവസവും രാത്രി സമയങ്ങൾ തിരികെ കൊടുക്കണം. അപ്പോൾ ഈ വിഷയങ്ങളുണ്ട്. നിലവിൽ പീക്ക് ലോഡ് സമയത്ത് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങൾ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു. പകൽ സമയത്ത് മാത്രം ലഭ്യമാകുന്ന സോളാർ വൈദ്യുതി രാത്രി സമയത്ത് കൂടി സ്റ്റോർ ചെയ്ത് ലഭ്യമാക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ വേഗത്തിലാക്കാനും നടപടികൾ സ്വീകരിക്കുന്നതാണ്. അംഗത്തിൻ്റെ ആശങ്ക വളരെ കാര്യമാണ്. അത് പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.